സന്തോഷമുള്ള കരമത്തിൽ കർത്താവിന് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. എല്ലാവരും പ്രാർത്ഥനയുടെ ദിവസം തന്നെ എഴുന്നേറ്റ് നിൽക്കാം. സങ്കീർത്തനത്തിലേക്ക് കടന്നു പോകാൻ പോവുകയാണ് ഇപ്പോൾ. ആമേൻ. സ്തോത്രം ചെയ്യുന്നു. 92-ാം സങ്കീർത്തനം, Psalm 92. ആമേൻ. റെസ്പോൺസീവായിട്ട് പാടി നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം. ഇന്ന് സങ്കീർത്തനം നമ്മെ എക്സോർട്ട് ചെയ്യുന്നത് ദീപമോളായിരിക്കും. നമുക്ക് എല്ലാവർക്കും ദിവസം തന്നെ എഴുന്നേറ്റ് നിന്ന് ആമേൻ സ്തോത്രത്തോടെ ഈ സങ്കീർത്തനം ആമേൻ ഏറ്റുപാടി നമുക്ക് ധ്യാനിക്കാം. ആമേൻ. സ്തോത്രം ചെയ്യുന്നു. ആമേൻ. സ്തോത്രം ശബ്ദത്തിൽ നാൾക്കുള്ള ഒരു ഗീതം, ഒരു സങ്കീർത്തനം എന്ന് തലക്കുരികയിൽ പറയുന്നു. ലെറ്റ്സ് റീഡ് ദി സാം റെസ്പോൺസിബിളി ആൻഡ് പ്രൈസ് ഗോഡ്. യഹോവയ്ക്ക് 92 അല്ലേ? യഹോവയ്ക്ക് സ്തോത്രം ചെയ്യുന്നതും അത്യുന്നതനായുള്ളവേ നിന്റെ നാമത്തെ കീർത്തിക്കുന്നതും രാവിലെ തോറും നിന്റെ ദയയും രാത്രി തോറും നിന്റെ വിശ്വസ്തതയും വർണ്ണിക്കുന്നത് നല്ലത്. യഹോവേ നിന്റെ പ്രവൃത്തികൾ എത്ര വലിയവയാകുന്നു, നിന്റെ വിചാരങ്ങൾ അത്യന്തം അഗാധമായവ തന്നെ. ദുഷ്ടന്മാർ പുല്ലുപോലെ മുളയ്ക്കുന്നതും നീതികേട് പ്രവർത്തിക്കുന്നവരൊക്കെയും തഴയ്ക്കുന്നതും എന്നേക്കും നശിച്ചു പോകേണ്ടതിനാകുന്നു. യഹോവേ ഇതാ നിന്റെ ശത്രുക്കൾ നശിച്ചു പോകുന്നു, നീതികേട് പ്രവർത്തിക്കുന്ന ഏവരും ചിതറിപ്പോകൂ. എന്റെ കണ്ണ് എന്റെ ശത്രുക്കളെ കണ്ടും എന്റെ ചെവി എന്നോട് നിൽക്കുന്ന ദുഷ്കർമ്മികളെ കുറിച്ചും കേട്ടും രസിക്കും. യഹോവയുടെ ആലയത്തിൽ നടുതലയായവർ നമ്മുടെ ദൈവത്തിന്റെ പ്രകാരങ്ങളിൽ തഴയ്ക്കും. അടുത്ത വാക്യം നമുക്ക് ചേർന്ന് പാടി ധ്യാനിക്കാം. യഹോവ നേരുള്ളവൻ, അവൻ എന്റെ പാറ, അവൻ നീതികളില്ല എന്ന് കാണിക്കേണ്ടത് തന്നെ. നമ്മുടെ വിശുദ്ധ കരങ്ങളെ ഉയർത്തി കർത്താവിന് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാവരും പ്രാർത്ഥന അനുസരിക്കുമ്പോൾ അവൻ ദൈവം പോട്ട് കടന്നു വന്ന് അവൻ ഷീസ് ഗോയിങ് ടു ഷെയർ ആമേൻ the thoughts God has given amen to us. Let's do it. Amen. ദൈവത്തിന്റെ മഹത്വം. As we know, the message of this month is to grow onto Christ, prepare the ground. Amen. ഈ മാസത്തിലെ നമ്മുടെ ചിന്താവിഷയം അറിയാമല്ലോ, നിലം ഒരുക്കുക, വളർച്ചയ്ക്ക് വേണ്ടി നിലം ഒരുക്കുക. നമ്മുടെ ലക്ഷ്യം ക്രിസ്തുവാകുന്ന തലയോളം വളരുക എന്നുള്ളതാണ്. അപ്പോൾ നിലം ഒരുക്കുക. Psalm 92 helps change the perspective on the idea about preparing the ground, because it doesn't immediately focus on clearing or fixing the soil, but rather focuses on where your life is positioned and what it's constantly exposed to. ആമേൻ. പ്രിയമുള്ളവരെ, എന്നാൽ 92-ാം സങ്കീർത്തനം വായിക്കുമ്പോൾ ആ സങ്കീർത്തനത്തിൽ വളർച്ചയെ കുറിച്ച് പറയുന്നുണ്ടെങ്കിലും നിലമൊരുക്കുന്നതിനെ കുറിച്ച് ആദ്യം അത് പ്രസ്താവിക്കുന്നില്ല. ആമേൻ. സ്വന്തം നമ്മുടെ അവസ്ഥകളെ കുറിച്ച്, നാം ആയിരിക്കുന്ന വിധങ്ങളെ കുറിച്ച് ആ സങ്കീർത്തനം സൂചിപ്പിക്കുന്നു. Verses 1 to 5 opens with the rhythm of worship, talking about declaring God's loving kindness in the morning and His faithfulness every night. ആമേൻ. 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ ദൈവത്തെ ആരാധിക്കുന്നതിനുള്ള കാരണങ്ങൾ നമ്മെ വ്യക്തമാക്കുന്നു. ആമേൻ. ദൈവം നമുക്ക് വേണ്ടി എന്തു ചെയ്തു, എന്തുകൊണ്ട് അവനെ ആരാധിക്കണമെന്ന് 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ നമ്മോട് പറയുന്നു. And that already shows us that a prepared heart is not occasional, it is shaped through consistency. And this connects to what we were reading yesterday during Bible study, 1 Chronicles 23 verse 30. They were also to stand every morning to thank and praise the Lord. They were to do the same in the evening. ആമേൻ. പ്രിയമുള്ളവരെ, ദൈവം ചെയ്ത പ്രവൃത്തികൾ നാം ധ്യാനിക്കുമ്പോൾ എന്തുകൊണ്ട് അവനെ ആരാധിക്കണമെന്ന് നമ്മുടെ ഹൃദയത്തിൽ വ്യക്തമാകുന്നത് ഒരു ദിവസം കൊണ്ട് വരുന്നതല്ല. അത് ഹൃദയത്തെ അതിനുവേണ്ടി പരിപാകപ്പെടുത്തണം. ആരാധനയ്ക്ക് വരുമ്പോൾ ഞായറാഴ്ച ആരാധിപ്പാൻ നമ്മെ കൊണ്ട് കഴിയണമെങ്കിൽ അതിനുവേണ്ടി ഒരുക്കത്തോടെ പാകപ്പെടുത്തിയ അവസ്ഥയിൽ നാം കടന്നു വരുമ്പോൾ ആരാധന ഹൃദയത്തിൽ നിന്ന് ഉരുത്തിരിയും. കഴിഞ്ഞ ദിവസം ഞങ്ങൾ ബൈബിൾ സ്റ്റഡിയിൽ അവൻ വായിച്ചപ്പോൾ അവൻ സ്വന്തം അത് ദൈവത്തിൽ നിന്ന് ആമേൻ 1 ദിനവൃത്താന്തങ്ങളുടെ പുസ്തകം 23-ാം അധ്യായത്തിന്റെ 30-ാമത്തെ വാക്യം ഒന്ന് വായിക്കുമോ? അവിടെ പറയുന്നു, എപ്പോഴും അത് ഓർത്ത് നിങ്ങൾ ദൈവത്തെ ആരാധിക്കണം, രാവിലെയും വൈകുന്നേരത്തും. അതിന്റെ അർത്ഥം ദൈവം ചെയ്ത നന്മകളെ കുറിച്ച് എപ്പോഴും ഒരു ധ്യാനം ഉണ്ടാകണം. ഒന്ന് വായിച്ചേട്ട 30-ാമത്തെ വാക്യം 23-ന്റെ
23:30. They were also to stand every morning അപ്പോൾ they were also to stand every morning. to thank and praise the Lord. To thank and praise the Lord. അപ്പോൾ ഓർത്തോണം, ആരാധന, സ്തുതി, വളർച്ച എന്ന് പറയുന്നത് സുപ്രഭാതം ഉണ്ടാകുന്നതല്ല, എപ്പോഴും കൺസിസ്റ്റന്റ് ആണത്. അവൻ രാവിലെ അവൻ ദൈവത്തെ താങ്ക് ചെയ്യണം. അടുത്തത് They were to do the same in the evening. രാവിലെ മാത്രമല്ല, വൈകുന്നേരത്തും ഒരേപോലെ നാഥനെ സ്തുതിപ്പാൻ. അപ്പോൾ അത് സ്തുതിക്കണമെങ്കിൽ എപ്പോഴും ഈ നാഥന്റെ പ്രവൃത്തികളെ കുറിച്ച് ധ്യാനിക്കുന്നവരാണ് മാത്രമേ സാധിക്കുകയുള്ളൂ. And this goes to show that a heart that is regularly turned toward God is a heart that is being softened, aligned, and made ready. നോക്കൂ, അത് നമ്മെ കാണിക്കുന്ന ഒരു കാര്യം, എപ്പോഴും ദൈവത്തിങ്കിലേക്ക് തിരിഞ്ഞിരിക്കുന്ന ഒരു ഹൃദയം, എപ്പോഴും ദൈവത്തിങ്കിലേക്ക് ഉറ്റുതിരിക്ക് നോക്കുന്ന ഒരു ഹൃദയം, എപ്പോഴും അത് കട്ട നിറഞ്ഞതായിരിക്കത്തില്ല. ആമേൻ. അത് ഉടഞ്ഞ് പാകപ്പെട്ട് നനവുള്ളതും എപ്പോഴും മുറുക്കമുള്ളതും എപ്പോഴും വളർച്ചയ്ക്ക് അവൻ പരിപാലനവും പാകവുമായ ഒരു ഹൃദയമായിരിക്കും അവൻ സ്വന്തം ചെയ്യുന്ന, എപ്പോഴും നന്ദിയോടെ ദൈവത്തിലേക്ക് നോക്കുന്ന ഹൃദയം. And as the psalm continues, it contrasts two kinds of people. അങ്ങനെ ആ സങ്കീർത്തനം താഴോട്ട് പോകുമ്പോൾ രണ്ട് വിധത്തിലുള്ള ആൾക്കാരെ ഈ സങ്കീർത്തനം തമ്മിൽ താരതമ്യം ചെയ്യുക. Verse 7 says, "The wicked spring up like grass," which at first sounds like growth, because grass has quick growth, but it's equally shallow and temporary, since it has no depth to it. നോക്കൂ, അവിടെ ഒരു കൂട്ടരെ കുറിച്ച് പറയുക, ദുഷ്ടന്മാർ. അവര് പെട്ടെന്ന് മുളയ്ക്കുന്നത്. ശ്രദ്ധിച്ചോണം, വളർച്ചയെ കുറിച്ച് ഈ വർഷം ചിന്തിക്കുന്നത്. ഒരു കാര്യം ഓർത്തോണം, അവൻ ദുഷ്ടന്മാരെ നോക്കുമ്പോൾ അവർ പന പോലെ തഴയ്ക്കുക. ഗ്രോത്ത്. ഇവിടെ നമ്മൾ വായിക്കുന്നു, അവൻ പുല്ലുപോലെ പെട്ടെന്ന് ഒരു വളരും. പക്ഷെ ഒരു കാര്യം എന്ത് ചെയ്യും? ഈ വളർച്ച നിലനിൽക്കാനല്ല, നശിക്കാനുള്ള വളർച്ച. അവിടെ പറയുന്നു, പുല്ലുപോലെ മുളയ്ക്കുന്നതും നീതികേട് പ്രവർത്തിക്കുന്നതൊക്കെയും തഴയ്ക്കുന്നത്. ഗ്രോത്ത് അല്ല, ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള തഴപ്പ്. അതെന്തിനു വേണ്ടിയാണെന്നറിയാമോ? ഇറ്റർണൽ ഡിസ്ട്രക്ഷന് വേണ്ടി, നാശത്തിന് വേണ്ടി അവർ തഴയ്ക്കുന്നു. Yeah, and exactly like Pastor said, that depicts what happens when the ground is not truly prepared. Amen. Things can look alive for a moment, but there are no roots, or in other words, there isn't any deep roots holding it in place, so it doesn't last. പ്രിയമുള്ളവരെ, നിലം ഒരുക്കപ്പെടാതിരുന്നാൽ, ഇളക്കി മറിക്കാതിരുന്നാൽ, ആദ്യം വരുമ്പോൾ ഒരു തഴപ്പുണ്ട്. പുല്ലൊക്കെ മഴ പെയ്യുമ്പോൾ പെട്ടെന്ന് തളർത്ത് കയറി വരുന്നത് പോലെ. പക്ഷെ അത് ഇളക്കി മറിച്ചൊരിടത്ത് കിളിക്കുന്നതല്ല, അത് ഉടച്ച കട്ടയുള്ള സ്ഥലത്ത് കിളിർക്കുന്നതല്ല. അതുകൊണ്ട് വേരുകൾക്ക് ആഴത്തിലോട്ട് ഇറങ്ങാൻ പറ്റില്ല. പുല്ലിന്റെ വേര് ഒത്തിരി ആഴത്തിലോട്ട് പോകത്തില്ല, മരത്തിന്റെ വേര് പോലെ. അത് മണ്ടയ്ക്കായിരിക്കും, പക്ഷെ തഴപ്പ് കണ്ടാൽ ഭയങ്കര കിളിർപ്പാണ്. നമ്മൾ വിചാരിക്കും, ഓ ഭയങ്കരമായ വളർച്ച. പ്രിയമുള്ളവരുടെ വളർച്ചയല്ല, കാരണം കട്ട ഉടച്ച് നിരത്തി ക്ലിയർ ആക്കാത്ത നിലത്ത് വളർന്നാൽ ആ വളർച്ച നിരത്തില്ല, വളരും, പക്ഷെ നശിച്ചു പോകാനുള്ള ഒരു വളർച്ചയാണ്. പിന്നെ ഒരു വേല് വരുമ്പോൾ, ഒരു പ്രശ്നം വരുമ്പോൾ അത് പിന്നെ കാണുകയില്ല. On the other hand, verse 12 talks about how the righteous not only grows, but they are described as flourishing like a palm tree and growing like cedar. ആമേൻ. എന്നാല് 12-ാം വാക്യത്തില് രണ്ടാമത്തെ കൂട്ടർ കാണാം, നീതിമാന്മാർ. അവരെ കുറിച്ച്, അവരുടെ വളർച്ചയെ കുറിച്ച് അവൻ പറയുന്നത് എങ്ങനെയാണെന്ന് നോക്കൂ. അവർ ലെബാനോനിലെ ദേവദാരു പോലെ, അവർ പന പോലെ തഴയ്ക്കും. അവൻ സ്വന്തം പുല്ലും പനയും ദേവദാരുവും തമ്മിൽ വലിയ ഡിഫറൻസ് ഉണ്ട്. അപ്പൊ രണ്ടു കൂട്ടരെ കാണാം, രണ്ടു കൂട്ടരും തഴയ്ക്കുന്നതാ. എന്നാൽ ഒരു കൂട്ടർ തഴപ്പ് പെട്ടെന്ന് അവൻ കണ്ണടച്ച് നടക്കുന്നുണ്ടെങ്കിൽ പുല്ലുപോലെ തഴയ്ക്കും. എന്നാല് അവൻ ദേവദാരുവും പനയും അല്പം സമയമെടുത്ത് അതിനുവേണ്ടി സ്ഥലം പ്രിപ്പയർ ചെയ്ത് വൃത്തിയാക്കി കൊടുത്താൽ അത് ആഴത്തിലേക്ക് വേരൂന്നി വളർന്നാൽ അതിന്റെ തഴപ്പ് വലുതായിരിക്കും നമുക്ക് കാണാൻ കഴിയും. Those are not quick to or fragile forms of growth. They are steady, deeply rooted, and able to endure over time compared to the grass. ആമേൻ. അത് പുല്ലുമായി താരതമ്യം ചെയ്യുമ്പോൾ അവരുടെ ഗ്രോത്ത് പെട്ടെന്നായിരിക്കത്തില്ല, പക്ഷെ ഒരുക്കപ്പെട്ട നിലത്തിലായിരിക്കും. അതിന് വേരാഴത്തിലേക്ക് ഇറങ്ങിയതായിരിക്കും. അതിന്റെ തഴപ്പ് എന്നേക്ക് നിലനിൽക്കുന്ന ഒരു തഴപ്പായിരിക്കും. And that highlights the difference between surface level growth and growth that comes from prepared and stable ground. ആമേൻ. അതാണ് രണ്ടു തരം വളർച്ചയുടെ വ്യത്യാസം. ഒരുക്കമില്ലാത്ത നിലത്ത് നിന്ന് മുളയ്ക്കുന്നത് പെട്ടെന്നൊരു കിളിർപ്പാകും, പക്ഷെ നിലനിൽക്കുകയില്ല. ഒരുക്കിയ നിലത്തു നിന്ന് തഴയ്ക്കുന്നത് അതെന്നേക്ക് നിലനിൽക്കുന്ന ഒരു ഫലം കായ്ക്കുന്ന തഴപ്പായിരിക്കും. Then verse 13 goes on to say that those who are planted in the house of the Lord will flourish in the courts of God. ആമേൻ. തുടർന്ന് ആ സങ്കീർത്തനം തുടരുമ്പോൾ 13-ാമത്തെ വാക്യത്തിൽ പറയുക, യഹോവയുടെ ആലയത്തിൽ നടുതലയായവർ നമ്മുടെ ദൈവത്തിന്റെ പ്രാകാരങ്ങളിൽ തഴയ്ക്കും. A plant does not move itself from place to place, searching for better soil every few days. It is placed somewhere and then it remains there long enough to receive the nutrients as it needs. ഒരു കാര്യം ഓർക്കണം, മനുഷ്യരെ പോലെ ഇന്ന് ഈ സിറ്റി കൊള്ളത്തിൽ അടുത്ത ഹൂസ്റ്റണിലോട്ട് മാറാൻ മനുഷ്യന് പറ്റും, പക്ഷെ മരത്തിന് മാറിപ്പോകാനായിട്ട് ഒരിക്കലും കഴിയത്തില്ല. അപ്പോൾ നടുമ്പോൾ
തക്കതായ സ്ഥലത്ത് അത് നടപ്പെടേണ്ടത് ആവശ്യമാണ്. ഇവിടെ നാം വായിക്കുന്നു ഈ വൃക്ഷത്തെ കുറിച്ച് ആമേൻ സ്തോത്രം ചെയ്യുന്നു. യഹോവയുടെ ആലയത്തില് നടുതലകളായി നടപ്പെട്ടവർ അവരെവിടെയാ? ദൈവത്തിന്റെ പ്രാകാരങ്ങൾ, കോർട്ട്യാർഡ്സ്. ഇന്ന് പകൽക്കാലം ദൈവമക്കളെ നമ്മെ എവിടെ നട്ടിരിക്കുന്ന അറിയാമോ? അവന്റെ പ്രാകാരങ്ങൾ, അവന്റെ കോർട്ട്യാർഡിൽ എപ്പോഴും അവന്റെ മുഖം കാണുന്നവരായി, അവനെ നോക്കുന്നവരായി വളരാൻ ആമേൻ സ്തോത്രം നടപ്പെടേണ്ടത് ആവശ്യം. അതുകൊണ്ട് മനുഷ്യന് മാറിപ്പോകാൻ പറ്റുന്ന പോലെ ചെടികൾക്കും മരങ്ങൾക്കും മാറിപ്പോകാൻ പറ്റുകയില്ല. നടുന്നിടം തക്കതും നല്ലതുമായിരിക്കണമെന്ന് അവൻ നാം അറിയുന്നല്ലോ. In the same way, preparing the ground is not only by removing what is wrong, it is also about staying where God has placed you so that He can work on you over time. അവൻ പ്രിയമുള്ളവരെ, അതുപോലെ തന്നെ അവൻ സ്വന്തം ചെയ്യുന്നു. നടപ്പെട്ടിടത്ത് നിന്ന് അവൻ ചാടി ഓടിപ്പോകുന്നതല്ല വളർച്ചയുടെ ഒരു അവൻ സ്വന്തം ചെയ്യുന്നു അടയാളം എന്ന് പറയുന്നത്. അവൻ സ്വന്തം അനേകം ഇവിടെ അല്ലേ, ഞാൻ മറ്റൊരു ചർച്ചിലായിരുന്നു നന്നായിട്ട് പറഞ്ഞേ, അതല്ല. നിന്നെ നട്ടെടുത്ത് നിന്നെ ആക്കി വെച്ചിരുന്നിടത്ത് ദൈവത്തോടുള്ള ബന്ധത്തിൽ നീ അടുത്ത് വന്ന് ഉടയേണ്ടതിനെ ഉടയ്ക്കേണ്ടതിനൊക്കെ ഉടച്ചു കളഞ്ഞാൽ നീയും തഴച്ചു വളരാൻ കർത്താവ് കൃപ ചെയ്യുവാനിടയായി തീരും. Many times we focus on breaking up fallow ground, but Psalm 92 shows the other side of this. That once the ground is prepared, you have to remain planted long enough for God to bring you the increase. നോക്കൂ, ഇന്ന് അനേക മനുഷ്യര് കട്ട ഉടച്ച് നിരത്താൻ നോക്കും, എല്ലാം നുരക്കി നിരത്തി പ്രിപ്പയർ ചെയ്യും. പക്ഷേ അവരവിടെ കാണത്തില്ല. ഉരക്കപ്പെട്ട നിലത്തെക്കാൾ ഉപരി നീ നട്ടെടുത്ത് കാണണം. എപ്പോഴും അവൻ സ്വന്തം ചെയ്യുന്നു. പണ്ട് ആരാന്നറിയാം, കൃഷിമാണെന്നോ ആരോന്ന് എനിക്കറിയത്തില്ല, അവൻ സ്വന്തം ചെയ്യുന്നു ഗ്രോത്തിനെ കുറിച്ച്, പ്ലാനിനെ കുറിച്ച് അവൻ എക്സ്പെരിമെന്റ് നടത്തുക. എന്നിട്ട് ഓരോ ദിവസം കുഴിച്ചിട്ട് പറിച്ചു നോക്കും, കിളുത്തോ എന്ന് കാണാൻ വേണ്ടി. അങ്ങനെ അവൻ നോക്കിയാൽ എന്ത് ചെയ്യത്തില്ല, വളരത്തില്ല. നട്ടടത്ത് നിന്ന് നടണം. അവിടെ നിന്റെ വേര് ഒരുക്കപ്പെട്ട നിലമായിരിക്കാം, പക്ഷെ നീ വേര് ആഴത്തിലേക്ക് ഇറങ്ങാൻ അവസരം എടുക്കുന്നില്ല, നീ ടൈം എടുക്കുന്നില്ല. ടൈം എടുത്താൽ മാത്രമേ ആ ഗ്രോത്ത് എല്ലാ ദിവസവും പറിച്ചു നോക്കിക്കഴിഞ്ഞാല് അവൻ ഒരിക്കലും പ്രയോജനപ്പെടത്തില്ല. അല്ല, മാറ്റി വേർത്തുകൊണ്ട് നട്ടാൽ അത് വളരത്തില്ല. ഒരുക്കപ്പെട്ട നിലത്തിൽ നീ കാണപ്പെടണം. അവിടുത്തെ ഓപ്പർച്യൂണിറ്റിക്ക്, അവിടുത്തെ പ്രവൃത്തിക്ക് വേണ്ടി നിന്നെ തന്നെ അവൈലബിൾ ആക്കണം. നീ അവിടെ ഉണ്ടെങ്കിൽ നിന്റെ വളർച്ച ശക്തമായി വളരുമെന്ന് ദൈവത്തിന് നമ്മെ പഠിപ്പിക്കുകയാണ്. And verse 14 talks about the increase that God will bring you. It says that they will still bear fruit in old age and remain full of life and freshness. നോക്കൂ, 14 വാക്യം മനോഹരമായി ഭക്തന്മാരെ ഓർപ്പിക്കുന്ന ഒരു കാര്യം. നിന്നെ നട്ടടത്ത് വിശ്വസ്തനായി, ഒരുക്കപ്പെട്ട നിലമാണെങ്കിലും മാറി ഓടിപ്പോയാൽ രക്ഷയില്ല. നട്ടടത്ത് നീ ഫെയ്ത്ത്ഫുൾ ആയിട്ട് നിന്നാൽ നിനക്ക് എന്ത് അന്ത്യത്തിൽ ഭവിക്കും, എങ്ങനെയാകും, നിന്റെ അവസാനം എങ്ങനെയാകുമെന്ന് പരിശുദ്ധാത്മാവ് സംഘത്തിൽ കൂടെ പറയുക. നീ വാർദ്ധക്യമാകുന്ന ഒരു സമയം വരും. വാർദ്ധക്യമാകുമ്പോൾ ഈ ഭൂമിയിൽ അനേകര് അവൻ തിക്താനുഭവം കൂടി അവൻ സ്വന്തം ഒരു ബോധവും ഇല്ലാത്തവരായി തീരുമ്പോൾ നീ അവൻ നട്ടടത്ത് ഫലപുഷ്ടമായ മണ്ണില് വളരാൻ നിന്നെ തന്നെ ഏൽപ്പിച്ചു. നീ അവിടെ ദൈവത്തിന്റെ ആലയത്തിൽ നടുതലയായി പ്രാകാരങ്ങൾ തറയ്ക്കാൻ നിന്നെ തന്നെ സമർപ്പിച്ചതുകൊണ്ട് ഈ ലോകവും മറ്റുള്ള കാര്യങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വിളിക്കാൻ വന്നപ്പോൾ അത് വേണ്ട, ദൈവസന്നിധി മതി, എന്നെ ആക്കിയെടുത്ത് മതി എന്ന് പറഞ്ഞ് നിന്നതുകൊണ്ട് ദൈവം നിനക്ക് വേണ്ടി ചെയ്യുന്ന ഒരു കാര്യമാണ്. നിന്റെ വാർദ്ധക്യത്തിൽ എന്ത് സംഭവിക്കും? അവർ ഫലം കായ്ച്ചുകൊണ്ടിരിക്കും. പ്രായം വിഷയമല്ല. ഏജായി, എനിക്ക് വയ്യ, നടുവേദന, കാലുവൻ, നോ, ഇറ്റ് വോണ്ട് കം. അവൻ സ്വന്തം ചെയ്യും. വാർദ്ധക്യത്തിലും പെയിന്, കാർട്ടിലേജൊക്കെ തേഞ്ഞു പോകുന്ന സമയത്തും അവൻ സ്വന്തം ജോയിന്റിനെല്ലാം പെയിനുകൾ കൂടുന്ന സമയത്തും ബൈബിൾ പറയുക, വാർദ്ധക്യത്തിലും അവർ ഫലം കായ്ച്ചുകൊണ്ട് ഇരിക്കും. അടുത്ത് പറയാ, പുഷ്ടി വെച്ചും പച്ചപിടിച്ചും ഇരിക്കും. പ്രിയമുള്ളവർ, ഇന്ന് പകൽക്കാലം തീരുമാനിക്കുക എങ്ങനെ വേണം നിന്റെ അവസാനം. ഹൗ ഡു യു വാണ്ട് യുവർ എൻഡ് ടു ബി? നിന്റെ വാർദ്ധക്യം എങ്ങനെ ആയിരിക്കണം? ഇന്ന് പകൽക്കാലം ദൈവസന്നിധിയിൽ വചനപ്രകാരം തീരുമാനമെടുക്കാം. And this points us toward the fruit of the Holy Spirit, because the kind of fruit being described here is not external success or temporary outcomes, but something inward that is sustained and life-giving. പ്രിയമുള്ളവർ, ഒരു കാര്യം ശ്രദ്ധിച്ചു കൊള്ളണം. ഇവിടെ കായ്ക്കുന്ന ഫലം എന്ന് പറയുന്നത്, എന്റെ മക്കളെല്ലാം ഡോക്ടറായി, എനിക്കിഷ്ടം പോലെ വലിയ വീടും കാറും ഒക്കെ ഉണ്ടായി എന്നുള്ള ആ ഫലമല്ല. ഇവിടെ പറയുന്ന ഫലം പരിശുദ്ധാത്മാവിന്റെ ഫലമാണ്. അവൻ പരിശുദ്ധാത്മാവിന്റെ ഫലം നിങ്ങൾ നോക്കിയാൽ മതി. ഗലാത്യ ലേഖനം ആത്മാവിന്റെ ഫലമോ. അവൻ നിങ്ങൾ അനുഗ്രഹിക്കപ്പെടുമെന്ന് മാത്രമല്ല, അനേകർക്ക് നിങ്ങൾ വിടുതലായി തരും, നിങ്ങൾ അനുഗ്രഹമായി തരും. നിങ്ങളുടെ ജീവിതം ആത്മാവിന്റെ ഫലം പുറപ്പെടുവിക്കും. നിങ്ങളുടെ ആത്മീക ജീവിതത്തിലും നിങ്ങളുടെ ഭൗതിക ജീവിതത്തിലും നിങ്ങൾ തൃപ്തിയുള്ളവരാകും. പുറമെ സമ്പത്ത് ഒത്തിരി ഒന്നും കാണത്തില്ലായിരിക്കാം. അവൻ സമ്പത്തിന്റെ കാര്യമല്ല പറയുന്നത്. അങ്ങനെയായിരുന്നെങ്കിൽ ഈ ജീസസിന്റെ 12 ഡിസൈപ്പിൾസ് ആയിരിക്കണം ഏറ്റവും റിച്ചസ്റ്റ് പീപ്പിൾ. അവരായിരിക്കണം കോടീശ്വരന്മാർ. എന്നാൽ അവരൊക്കെ മരിക്കുമ്പോൾ പോൾ നോക്കിയേ,
ലോകത്തെ സ്നേഹിക്കാതെ ദൈവത്തെ സ്നേഹിച്ചപ്പോൾ ദൈവനെ ഇന്ന് നമ്മൾ ഈ പറയുന്ന സാക്ഷ്യം പോലെ അല്ല. ഇന്ന് പറയുന്ന സാക്ഷ്യങ്ങൾക്ക് റിയൽ അല്ല, ട്രൂ ആയിട്ടുള്ളതല്ല. ദേ ആർ പ്രൊജക്ടിങ് മെറ്റീരിയലിസ്റ്റിക് തിങ്. ദൈവം തന്നായിരിക്കും, ദൈവത്തെ മഹത്വപ്പെടുത്തിക്കോ, പക്ഷെ അതിനെ അല്ല ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത്. സ്വന്തം ചെയ്യുന്നു. അങ്ങനെ പോളിന്റെ സാക്ഷി സ്വന്തം ഏറ്റവും വേഴ്സ്റ്റ് സാക്ഷ്യമാണ്. എല്ലാം ഉപേക്ഷിച്ചു, അപ്പന്റെ സമ്പത്ത് ഉപേക്ഷിച്ചു, കപ്പല് എല്ലാം, ബിസിനസ് എല്ലാം ഉപേക്ഷിച്ചു. തസ്സോസുകാരനായ ബോൺ റോമനാണ് അവന്. പക്ഷെ അവസാനം പറയുക, തിമോത്തിയോസ് മോനെ വരുമ്പോ തണുപ്പ്, വിന്ററിന് പോവാ, പുതയ്ക്കാൻ പുതപ്പ് ഇല്ല, ഇറ്റ് ഇസ് നോട്ട് എ ക്ലോക്ക് എന്ന് പറയുക. ആ ചർമ്മലേഖനങ്ങൾ എഴുതാൻ പുസ്തകം പോലും കയ്യില്ലാത്തവനായിട്ട് ഇന്ന് പകൽക്കാലം ഒരു കാര്യം സ്പിരിച്വൽ. അവനെ ആത്മീയമായ ഫലം നോക്കിയേ. അപ്പോസ്തലന്മാര് 12 ഉണ്ടായിട്ടും അവരെക്കാളെല്ലാം ഉപരി ഓൾഡ് ന്യൂ ടെസ്റ്റ്മെന്റിന്റെ പകുതി കൂടുതൽ പുസ്തകം പുള്ളി 27 പുസ്തകമുണ്ട് ന്യൂ ടെസ്റ്റ്മെന്റില്. അതിൽ 14 ബുക്സ് ആരാ എഴുതിയെന്ന് അറിയാമോ? പോൾ സ്വപ്നം ചെയ്യുന്നു. ശരിയായി ഭൂമിയിലെ ഭൗതിക ദൃഷ്ടിയിലെ പൈതൽ പറഞ്ഞ പോലെ പുറമേ അധികമൊന്നും ഇല്ലേലും അവൻ സ്പിരിച്വലി ഫ്രൂട്ട്ഫുൾ ആയി. ഇന്ന് പകൽക്കാലം ഇവിടെ പറയുന്ന ഫ്രൂട്ട് എന്ന് പറയുന്നത് ആത്മാവിന്റെ ഫലമാണെന്ന് ഗ്രഹിച്ചു കൊടുക്കുക പ്രിയമുള്ളവരെ. And just expand on that, the kind of fruit does not come from short or temporary moments of devotion. It comes from a life that has been steadily rooted in God's presence, shaped by His Word and sustained through consistency. അതുകൊണ്ട് ഒരു കാര്യം ഓർക്കണം, ആത്മാവിന്റെ ഫലം ഓവർനൈറ്റിൽ ഉണ്ടാകുന്ന ഒരു കാര്യമല്ല. സ്ഥിരമായി ദൈവം നട്ടിരിക്കുന്നിടത്ത് നടപ്പെട്ട് കട്ടകടയിലെ ഉടച്ച് നിരത്തിയ നിലത്ത് അവിടെ തന്നെ റിമെയിൻ ചെയ്ത് നിന്റെ വേട് നീ ആഴത്തിലേക്ക് ഇറക്കി ക്രിസ്തുവിൽ നീ വളരുമ്പോൾ കാലങ്ങൾ മാറാം. സ്വപ്നം ചെയ്യുന്നു. സാഹചര്യങ്ങൾ മാറാം. വിന്റർ വരാം, സമ്മർ വരാം, ഫോൾ വരാം, സ്പ്രിംഗ് വരാം. സ്വന്തം സ്പ്രിംഗിൽ ചിലപ്പോൾ ഉയർച്ചക്കാൽ സ്പ്രിംഗ് വരുമ്പോൾ പെട്ടെന്ന് സ്പ്രൗട്ട് ചെയ്യാം, പൂക്കളൊക്കെ വരാം, പല കാറ്റുകൾ വരാം, കൊടുങ്കാറ്റുകൾ വരാം, എത്രയോ പ്രതികൂലങ്ങൾ വരാം. അതിന്റെ മധ്യത്തിലെല്ലാം നീ ഇറങ്ങിപ്പോകാതെ ഉറച്ചു നിന്ന് നീ ഫ്രൂട്ട്ഫുള്ളായി ഫെയ്ത്ത്ഫുള്ളായി ട്രസ്റ്റ് ചെയ്ത് ദൈവത്തിന്റെ പ്രാകാരത്തിൽ നിന്നാൽ പ്രിയമുള്ളവരെ, നമുക്കും നമ്മുടെ ജീവിതത്തിൽ ഈ ആത്മിക ഫലങ്ങളെ പുറപ്പെടുവിക്കാൻ കഴിയും. നാമും ഫലമുള്ളവരായി തീരുവാനിടയായി തീരും. And this also connects with what is said in Luke about a good soil, where the word is not only received but held on to. ഇത് തന്നെയാണ് ലൂക്കോസിന്റെ സുവിശേഷത്തിൽ പറയപ്പെടുന്ന ആ നല്ല നിലം. സ്വന്തം ആ വിത്തിനെ എതിർക്കുന്ന നല്ല നിലം, വളർച്ചയ്ക്ക് പാകപ്പെട്ട നല്ല നിലം. And the fruit comes with patience, and that patience itself becomes evidence that the ground has truly been prepared and is continued to be maintained. പ്രിയമുള്ളവരെ, ഫലം കായ്ക്കണേ ക്ഷമ വേണം. സ്വന്തം ചെയ്യുന്നു. നിലത്തെ സകല കട്ടകളും ഉടച്ച് നിരത്തി നിരപ്പാക്കി നനവുള്ള ഒരു നിലമായി തീരുമ്പോൾ ലൂക്കോസില് യേശുനാഥൻ പറയുന്ന പോലെ 30, 60, 100 മേനി ഫലം കായ്ക്കുന്ന ഒരു അനുഭവം ഉണ്ടാകും. പക്ഷെ ഒരു കാര്യം, ക്ഷമയോടെ നമ്മളോർത്തോളം കട്ട ഉടച്ചു നിർത്തുന്ന ചെറിയൊരു കാര്യമല്ല. നമ്മുടെ ജീവിതത്തിൽ ഒന്ന് സെർച്ച് ചെയ്താല് എത്ര കട്ടകൾ നമ്മുടെ ഗ്രോത്തിനെ തടസ്സപ്പെടുത്തുമെന്നറിയാം. ഒരു വേള നാം ആയിരിക്കാം നമ്മുടെ നിലങ്ങളെ ഒന്ന് സെർച്ച് ചെയ്താൽ, ഹൃദയങ്ങളെ ഒന്ന് സെർച്ച് ചെയ്താൽ അത് പേഷ്യൻസോടെ ഒന്ന് നേരം വീണ്ടും നമ്മൾ പരാജയപ്പെടുന്ന പോലെ തോന്നും. നീ ആശ കൈവിടാതെ ശ്രദ്ധയോടെ കട്ടയുടച്ച് പേഷ്യന്റായിട്ട് എൻഡ്യൂർ ചെയ്ത നിന്നിൽ കൂടി എന്നിൽ കൂടി ക്രിസ്തുവിന്റെ ഫലം പുറപ്പെടുവിക്കപ്പെടുവാനിടയായിത്തീരും. So to just wrap it up, stay planted in the presence of God, rooted in His Word, and consistent in devotion, because the ground is truly prepared not just when it is cleared, but when it becomes a place where roots can grow deep and remain. പ്രിയമുള്ളവരെ, അതുകൊണ്ട് ഇന്ന് പകൽ നമുക്ക് തീരുമാനിക്കാം, ദൈവസന്നിധിയിൽ സ്ഥിരതയുള്ളവരായി, ഒരുക്കപ്പെട്ട നിലത്ത് നടപ്പെട്ടവരായി, ആ കർത്താവിൽ ഫോക്കസ്ഡ് ആയി, കർത്താവിൽ മാത്രം ആശ്രയം വെച്ച് വളർന്നവരായി തീരാന് നമ്മെ ഏൽപ്പിച്ചു കൊടുക്കാം. സ്വന്തം ഒരുക്കപ്പെട്ട ഒരു നിലത്തെക്കാൾ ഉപരി ഒരുക്കപ്പെട്ട നിലം നല്ലതാണ്, എന്നാൽ ശ്രദ്ധയോടെ നിന്ന് വളരുവാൻ നാം ഫോക്കസ് ചെയ്യുമ്പോൾ ഒരുക്കപ്പെട്ട നിലം നമുക്ക് അനുഗ്രഹമായി തീരുവാനിടയായിത്തീരും. വേട് ആഴത്തിലേക്ക് ഇറങ്ങാനിടയായിത്തീരും. ഫലം നമ്മിൽ പുറപ്പെടുവിക്കപ്പെടുവാനിടയായിത്തീരും. And this psalm is also a reminder that what God grows slowly, He grows strongly. ഇതൊരു കാര്യം കൂടി നമ്മെ പഠിപ്പിക്കും. ഇന്ന് നിങ്ങൾ വിഷമിക്കണം, കർത്താവേ എനിക്ക് ആത്മീയമായി പെട്ടെന്ന് വളരാൻ പറ്റും. സാരമില്ല. സ്വന്തം നിന്നെ ക്രമേണ വളർത്തുന്നത്. കഴിഞ്ഞ കാലങ്ങളിലെ അനുഭവങ്ങൾ, കഴിഞ്ഞ കാലങ്ങളിലെ വേദനകൾ, കഴിഞ്ഞ കാലങ്ങളിലെ ദുഃഖങ്ങൾ നിന്നെ തകർക്കാനല്ല ദൈവപൈതല്ലേ. അതുകൊണ്ട് യെരമ്യാവില് കർത്താവ് നല്ല തല്ലു കൊടുത്തിട്ട് ബാബിലോണിലേക്ക് എക്സൈസ് ആയിട്ട് വിട്ട ജനത്തോട് പറയുക, യെരമ്യാവ് എഴുതി അയക്കുക, സ്വന്തം ചെയ്യുന്നു, നിങ്ങൾ പ്രത്യാശിക്കുന്ന, നിങ്ങൾ ഡ്രീം ചെയ്യുന്ന നല്ല ഫ്യൂച്ചർ തരാൻ ഐ എം തിങ്കിങ് അബൌട്ട് യു. ശരിയാ, ഞാൻ തല്ലി നിങ്ങളെ കഷ്ടങ്ങൾക്കുള്ളിലാക്കിയിട്ടുണ്ടെങ്കിലും അതിനെ നശിപ്പിക്കാനല്ല, നല്ലൊരു ഫ്യൂച്ചർ തരാൻ. ഇന്ന് പകൽക്കാലം ഓർത്തോണം,
അവൻ സ്വന്തം ചെയ്യുന്നു. ഇന്നലകള്, നിങ്ങൾ കടന്നുപോയ വേദനകള്, കയ്പുകള്, ദുഃഖങ്ങളൊന്നും തകർച്ചയ്ക്കല്ല, അവൻ അത് നശിപ്പിക്കാനല്ല. ദൈവം നിന്നെ പടിപടി വളർത്തുക. നാളെ കർത്താവിന്റെ കാര്യത്തിൽ നീ ഫ്രൂട്ട്ഫുൾ ആകുമ്പോൾ, കർത്താവേ ഈ വേദനകൾക്ക് ഇതിനായിരുന്നോ, ഈ കഷ്ടങ്ങൾക്ക് ഇതിനായിരുന്നോ, അപ്പോൾ ഇട്ടേച്ചു പോകാതെ നീ ക്ഷമയോടെ ദൈവസന്നിധിയിൽ വളരാൻ സറണ്ടർ ചെയ്താൽ, ഏൽപ്പിച്ചു കൊടുത്താൽ, അവൻ തീർച്ചയായും നിങ്ങളും കൊയ്യുവാനിടയായിത്തീരും, അനുഗ്രഹം പ്രാപിക്കാനിടയായിത്തീരും. The flourishing described here is not fragile, but rather enduring, because we see that even in the old age, there is still fruit, there is still life and freshness, and that is the result of a life that has been prepared and planted in the right place. പ്രിയമുള്ളവരെ, ഇവിടെ അവൻ സ്വന്തം ചെയ്യുന്നു. ആ ഫലം എന്ന് പറയുന്നത് ഒരു രാത്രി വന്നിട്ട് പിറ്റേ ദിവസം കൊണ്ട് പോകുന്നതല്ല. അത് അവസാനം വരെയും ഇവൻ എൻഡ് ആകുമ്പോഴും അത് ഫലം പുറപ്പെടുവിക്കുന്ന, അവൻ നിത്യമായി നിലനിൽക്കുന്ന ഒരു ഗ്രോത്ത് ആണ്. അത് ദൈവസന്നിധിയിൽ നമ്മെ തന്നെ സമർപ്പിച്ച് അവൻ സ്വന്തം ആ ഒരുക്കപ്പെട്ട നിലത്ത് വളരാൻ നാം വിശ്വസ്തരായി ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ ദൈവം നമ്മിൽ ചെയ്യുന്ന പ്രവൃത്തിയാണ്. Amen. May God bless you with these ഈ words. വാരങ്ങൾ ആദ്യമായി കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. കരമടിച്ച് കർത്താവിന് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ, ഹല്ലേലൂയ.